നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് ചർച്ചാ പരിപാടിയായ ബിഗ് ഫൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി എത്തിയതോടെ സത്യത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അടിമുടി മാറിയിട്ടുണ്ട് എന്ന് പറയാം. ഇതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളും സമീപന രീതികളുമല്ല എല്ലാ പാർട്ടികളും സ്വീകരിച്ചു വരുന്നത് എന്നതാണ് പ്രകടമാകുന്ന ഒരു കാര്യം. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുന്നതോടെ സംസ്ഥാനത്തൊട്ടാകെ, വയനാട്ടിൽ മാത്രം കേവലമായി ഒതുക്കുകയല്ല, സംസ്ഥാനത്തൊട്ടാകെ വലിയ വികാരം ഇളക്കിവിടാനും അതുവഴി UDFന് സമ്പൂർണ്ണമായ വിജയം സമാഹരിക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസും അവരുടെ മുന്നണിയും. അതേസമയം സൂക്ഷ്മ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ മതേതര ചേരിക്ക് പരിക്കേൽപ്പിക്കുന്ന തീരുമാനമെടുക്കുകയാണ് കേരളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ രാഹുൽ ചെയ്തത് എന്ന വിമർശനമാണ് CPIM-നും ഇടതുമുന്നണിക്കുമുള്ളത്. അമേഠിയിൽ മത്സരിച്ചിരുന്ന രാഹുൽ അവിടെ കണക്കുകളുടെ പരിശോധനയിൽ തോൽവി ഭയന്ന് വയനാട്ടിലേക്ക് ഒളിച്ചോടി വന്നിരിക്കുന്നു എന്ന പ്രചരണം ഇന്ത്യ ഒട്ടുക്ക് നടത്തുകയാണ് BJP. ഈ സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ വയനാട്ടിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ ഒരു തത്സമയ ചർച്ചാ പരിപാടിയുമായി കടന്നു പോവുകയാണ് മീഡിയ വൺ. നമ്മൾ ഇന്ന് ഈ മണിക്കൂറിലുള്ളത് നിലമ്പൂരിലാണ്. നിലമ്പൂർ നഗരത്തിൽ ഇവിടെ ഒരു കൂട്ടം ആളുകൾ, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കളുമാണ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്. ഇനിയുള്ള ഒരു മണിക്കൂർ നേരം നമുക്ക് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ഈ ചർച്ചയുടെ ഭാഗമായി നമ്മോടൊപ്പം ഉള്ളത് ശ്രീ NA കരീം. അദ്ദേഹം KPCC അംഗമാണ്. ശ്രീ തുളസിദാസ് മേനോൻ, അദ്ദേഹം CPI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. ശ്രീ അശോക് കുമാർ, അദ്ദേഹം BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. ഒപ്പം നിലമ്പൂരിലെ ഒരു വിഭാഗം വോട്ടർമാർ, ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിക്കുന്ന ആളുകൾ നമ്മോടൊപ്പം ഈ ചർച്ചയുടെ ഭാഗമാകാൻ ചേരുന്നു. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ NA കരീം. ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇവിടെ മാത്രമല്ല, അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുന്നുണ്ട്. അമേഠി അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമാണ് എന്ന് സുർജേവാല, AICC-യുടെ മാധ്യമ വിഭാഗം ചീഫ്, പലതവണ പറയുകയും ചെയ്തു. അദ്ദേഹം ഒരു എക്സ്ട്രാ മണ്ഡലം തിരഞ്ഞെടുത്ത് വയനാട്ടിലേക്ക് വരികയാണ്. വയനാട്ടിലെ ജനങ്ങളുടെ ഇടതുമുന്നണി പറയുന്നത് ഇവിടെ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥി എക്കാലത്തേക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥിയല്ല, നിങ്ങളുടെ വികസനാവശ്യങ്ങൾക്കൊപ്പം, നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ പോകുന്ന ആളുമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ അയാളെ തിരഞ്ഞെടുക്കണമെന്ന ചോദ്യമാണ്. അതിന് വളരെ സ്പഷ്ടമായ ഉത്തരം പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? 5 വർഷവും ഇവിടെ ഉണ്ടാകുമോ UDF-ന്റെ MP? ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഈ പ്രാവശ്യം ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ പുകഴ്ത്തുന്ന ഒരു രാജ്യമാണ്. ആ ജനാധിപത്യ മതേതര സംവിധാനങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഭരണപ്രക്രിയ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടു കൂടി പാർട്ടിയും UPA-യും കാണുകയാണ്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലും വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ UPA എന്നുള്ള തലത്തിൽ 2 മേഖലകളിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചത് രാജ്യത്തിൻ്റെ ഇന്നത്തെ ഘട്ടത്തിൽ അതിനനുസൃതമായ ഒരു നേതൃത്വം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി വളരെ ആലോചനാപൂർവ്വം എടുത്ത തീരുമാനമാണ്. അതിൽ വിമർശനമായി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തിനവർ ആശങ്കപ്പെടുന്നു? രാഹുൽ ഗാന്ധി 2 നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമല്ലല്ലോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് നേതാക്കന്മാർ 2 നിയോജക മണ്ഡലം മത്സരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ സമ്മർദ്ദത്തിനനുസരിച്ച് ഏത് നിയോജക മണ്ഡലം തിരഞ്ഞെടുക്കണം എന്ന് അതാത് കാലഘട്ടത്തെ അനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ചില ആളുകൾ നിന്ന നിയോജക മണ്ഡലം മുഴുവൻ പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഇവിടെ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോകേണ്ടതേയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കാണുന്നതും ദേശീയ തലത്തിൽ UPA കാണുന്നതും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചു. അത് ജനാധിപത്യ പ്രക്രിയയിൽ അനിവാര്യമാണ്. ആ അനിവാര്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഈ വയനാട്ടിലെ ആളുകളുടെ വികസനാവശ്യങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ വ്യക്തികൾക്കൊപ്പം എല്ലാ കാലവും നിൽക്കുക എന്നതല്ല, രാജ്യത്തിന്റെ പൊതുവായ ആവശ്യം പരിഗണിച്ചൊരു ത്യാഗം സഹിക്കാൻ വയനാട്ടിലെ വോട്ടർമാർ മുഴുവൻ തയ്യാറാണ് എന്നാണ് നിങ്ങളുടെ ഒരു ഊഹം? വയനാട്ടിലെ വികസന സാധ്യതകൾ പരമാവധി പരിപോഷിപ്പിച്ചിട്ടുള്ള ഒരു മുന്നണിയും നേതൃത്വവുമാണ് ഇപ്പോൾ. സ്പെസിഫിക് ആണ്. അതിനകത്ത് ഇവിടെ രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എന്ന പ്രചരണം 2 വശത്തു കൂടിയും വരുന്നുണ്ട്. അതിന് നിങ്ങളുടെ ഒരു കൃത്യമായ ആൻസർ എന്താണ്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അത് അമേഠിയിലും വയനാട്ടിലുമാണ്. ആ അമേഠിയിലും വയനാട്ടിലും രാജീവ് ഗാന്ധി മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അതേത് തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സമ്മർദ്ദത്തിനനുസരിച്ചാണ്. അതിൻ്റെ ഒരു പോരായ്മ കൊണ്ട് വയനാട്ടിലെ വികസന പ്രക്രിയക്ക് തടസ്സമുണ്ടാവില്ല. വയനാട്ടിലെ വികസന പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു മുന്നണിയാണ് രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത് UPA. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തിയേയില്ല. ഓക്കെ, അപ്പോൾ വലിയ മതേതരത്വവുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനൊന്നും പ്രസക്തിയില്ല എന്നാണ് ശ്രീ തുളസിദാസ് മേനോൻ.
20 സ്ഥാനാർത്ഥികൾ 20 ഇടത്തുണ്ട് എന്ന നിലക്ക് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം നിങ്ങൾ വല്ലാതെ ഡിസ്റ്റർബ് ആയതായി കാണുന്നു. അതായത് ഇപ്പോൾ ദേശാഭിമാനി ഇന്നത്തെ പത്രത്തിൽ അദ്ദേഹത്തിനെതിരെ സംഘപരിവാർ ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗത്തിലൂടെയുള്ള തലക്കെട്ടിൽ ഈ പറയുന്ന എഡിറ്റോറിയൽ എഴുതുന്നു. സംഘപരിവാർ പ്രൊഫൈലുകൾ ഇപ്പോൾ ഫേസ്ബുക്കും മറ്റും എടുത്ത് നോക്കിയാൽ മാരകമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ചരിത്രം പരിശോധിച്ച് നെഹ്റു കുടുംബത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് അദ്ദേഹത്തെ ഓഡിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തിനാണ് സത്യത്തിൽ ഇത്ര വേവലാതി ഇവിടെ? സുഹൃത്തുക്കളെ, ഒരു വേവലാതിയില്ല. കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് പിന്മാറുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട. രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടങ്ങിവെച്ച ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. വയനാട്ടിലല്ല, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ജനകീയ ബന്ധമുള്ള പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ UPA മുന്നണി ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സത്യത്തിൽ ആരോടാ? അതിഭീകരമായ മുഖത്തോടുകൂടി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSൻ്റെ നിയന്ത്രണത്തിലുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിക്കെതിരാണോ UPA? അതോ മഹത്തായ മനുഷ്യസ്നേഹത്തിൻ്റെയും മാനവ സഹോദരത്തിൻ്റെയും പ്രതീകമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷത്തിനും എതിരാണോ? കോൺഗ്രസ് നയം വ്യക്തമാക്കണം. ഒരു പൊതുശത്രു രാഷ്ട്രീയത്തിൽ 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. 16ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടന്നു. ഈ രാജ്യത്ത് നടന്നപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയോ മുന്നണിയോ രാജ്യം ഭരിക്കും, തർക്കമില്ല. എന്നാൽ മോദിയുടെ നേതൃത്വത്തിൽ വന്ന ഈ ഗവൺമെൻറ് ഏതാണ്ട് 31% വോട്ടിനാണ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത്. ബാക്കി 69% വോട്ട് പുറത്തു നിൽക്കുക. അത് കോൺഗ്രസ് ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എങ്ങോട്ടാ? മതേതര ശക്തികളുടെ വോട്ട് ഭിന്നിച്ചത് കൊണ്ടാണ് ഈ അത്യന്തം അപകടം നിറഞ്ഞ വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തിലെ ജനങ്ങളെ ഒന്നായി കാണാൻ പറ്റാതെ, ഹിന്ദുവായിരുന്നാലും മുസൽമാനായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ രാജ്യത്ത് ജീവിക്കേണ്ടുന്ന നമ്മളെ ഭൂരിപക്ഷ വർഗീയതയുടെ പേര് പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ സോപാനത്തിലെത്തുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റിനെ പുറത്താക്കണോ? അതോ അത് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ? ന്യായമായ കാര്യമാണ്. നിങ്ങൾക്ക് ആക്കൃത്തുള്ള വിഷയം അത് തന്നെയാണ്. നോക്കൂ, ഇവിടെ പരമാവധി ശക്തി ഒറ്റയ്ക്ക് സംഭരിച്ചുകൊണ്ട് ആ സർക്കാരിനെ പുറത്താക്കാൻ തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാക്സിമം സീറ്റ് സമാഹരിക്കുക എന്നവരുടെ ഉദ്ദേശമാണ്. വയനാട്ടിൽ മത്സരിക്കുക വഴി കർണാടകയും തമിഴ്നാടും അടക്കമുള്ള ആ ഏരിയ ഒന്നാകെ, എൻറ്റയർ ആ ഏരിയ മൊത്തം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശം അവർക്കുണ്ട്. ആ നിലയ്ക്ക് അവരുടെ ആ നീക്കം സക്സസ്ഫുൾ ആകും എന്ന ഭീതി നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അത് വയനാട്ടിൽ മാത്രമല്ലല്ലോ പ്രതിഫലിക്കുക, അതിന് പുറത്തേക്ക് കൂടി അതിൻ്റെ വ്യാപ്തി ഉണ്ടാവും. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഭീതിയുമില്ല. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുന്നവരാണ് കോൺഗ്രസിൻ്റെ ആളുകൾ. ആ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? 16ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ പദം പോലും അലങ്കരിക്കാൻ പറ്റിയില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ആണോ? സത്യസന്ധമായിട്ട് വിലയിരുത്തണ്ടേ? നെഹ്റു കുടുംബത്തിൻ്റെ പൈതൃകം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ മത്സരിച്ചാൽ ഭരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്നുള്ള ദിവാസ്വപ്നമാണ് കണ്ടിട്ടുള്ളത്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം ചോദ്യത്തിനുള്ള മറുപടി മാത്രമല്ല, വളരെ അപകടത്തിലേക്കാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തടുത്തു നിർത്തുവാൻ ഈ രാജ്യത്ത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കുമോ? ഒരു രാഷ്ട്രീയ ബാലറ്റ് യുദ്ധമാണ് രാജ്യത്ത് നടക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന ആഹ്വാനമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അശോക് കുമാർ, അമേഠിയിൽ മത്സരിച്ചിരുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ കൂടി മത്സരിക്കാൻ വരികയാണ്. കേരളത്തിലെ നേതാക്കളുടെ വലിയ സമ്മർദ്ദം അതിന് പിന്നിലുണ്ടായിരുന്നു എന്ന അണിയറ കഥകൾ നമ്മളിപ്പോൾ കേൾക്കുന്നു. ഇപ്പോൾ തന്നെ BJPയുടെ ദേശീയ നേതൃത്വം വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്മൃതി ഇറാനിയെ പേടിച്ചോടി,
മുൻകാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ അമേഠിയിൽ വിജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് രാഹുൽ ഭയപ്പെടുന്നുവെന്ന്. സത്യത്തിൽ വയനാട്ടിലേക്ക് രാഹുൽ വരുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒന്നും അവകാശപ്പെടാനും പ്രതീക്ഷിക്കാനും ഉണ്ടാവില്ല. ദേശീയ തലത്തിൽ രാഹുലിനെ സമ്മർദ്ദത്തിലാക്കാനും രാഹുലിനെ വിശ്വാസ്യത ചോർത്താനും കഴിയും എന്ന പ്രതീക്ഷയുണ്ടോ? ഒന്നാമത്തെ കാര്യം, രാഹുൽ ആദ്യമായിട്ടല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലും രാജ്യത്ത് പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. ഇന്ന് 2100 കിലോമീറ്റർ താണ്ടി അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരികയാണ്. ആ വരവ് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒന്നും തന്നെയില്ല. അതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആഹ്ലാദം പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ ഞാൻ സത്യസന്ധമായി പറയുന്നു, മലപ്പുറം ജില്ലയിലെ മലബാറിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്യാഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് അവർ. കാരണം ഉത്തരേന്ത്യയിൽ ഒരിടത്തും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് കാലമായി പച്ചപിടിക്കാൻ സാധിക്കാതെ വാഷ് ഔട്ട് ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, രാഷ്ട്രീയമാണ്. അങ്ങനെയുള്ള നേതാവ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്ത് കണ്ടുകൊണ്ട് അവരുടെ ചിറകിനടിയിലേക്ക് ആശ്രയമായിട്ട് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്. അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് 2014 രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ലോകത്തിന് മുൻപിൽ അഴിമതിക്കാരുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയ രാജ്യമായിട്ട് തല താഴ്ത്തി നിന്ന ഈ രാജ്യത്തെ 5 വർഷക്കാലം ഭരണത്തിലൂടെ മുന്നോട്ട് നയിച്ചു. ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്? കോൺഗ്രസ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിലെ ഒന്നാമത്തെ കക്ഷിയാകണം. ഒന്നാമത്തെ കക്ഷി ആയിട്ടില്ലെങ്കിൽ വേറെ ഒന്നാമത്തെ കക്ഷിയായി മറ്റേതെങ്കിലും കക്ഷി വന്നാൽ അവർ പ്രതിപക്ഷ സ്ഥാനം കൂടി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുമെന്നുള്ളത്. കമ്മ്യൂണിസ്റ്റുകൾ മത്സരിക്കുന്നത് ദേശീയ പാർട്ടി എന്ന അവരുടെ പദവി നിലനിർത്താൻ വേണ്ടി. എന്തായാലും ഒരു കാര്യം പറയാം, ഈ പ്രതിപക്ഷ നിരയിലെ ആഭ്യന്തര കുടുംബകലഹത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം DCC പ്രസിഡന്റായിട്ടുള്ള T സിദ്ദീഖ് മത്സരിക്കുന്നതും AICC പ്രസിഡന്റായിട്ടുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതും ഞങ്ങൾക്ക് സമാനമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ രാജകുമാരൻ അമേഠിയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് പോലും വിജയിക്കാൻ പറ്റിയിട്ടില്ല. ആ പാർലമെൻറ്റിൽ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ എങ്ങനെ AICC കണക്കെടുത്തപ്പോഴും മനസ്സിലായെന്നത്, AICCക്ക് മനസ്സിലായത്, AICC എന്ന് നമ്മൾ പറയുന്നത് ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, ഞങ്ങളുടെ അതിനെ പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നാണ്. കുട്ടികളെ ജയിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പം 25,000 വോട്ട് പോലും അമേഠിയിൽ കിട്ടില്ല എന്ന് വന്നപ്പോൾ അവർ സുരക്ഷിതമായ ഒരു മണ്ഡലം തേടി ഇവിടേക്ക് വരുന്നു. അതിനകത്ത് അവരുടേതായ രാഷ്ട്രീയം, അതിന് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ ഇദ്ദേഹം CPIയുടെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ മതേതര ചേരി എല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നാണ് മതേതരത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി BJP സ്ഥാനാർത്ഥി മത്സരിക്കുക പോലും ചെയ്യാത്ത ഒരു സ്ഥലത്ത് വന്ന് BJPയെ നേരിട്ട് തോൽപ്പിക്കാൻ വരുന്നു. ഇവിടെ ഉള്ളത് BDJSന്റെ സ്ഥാനാർത്ഥിയാണ്. BJPക്ക് സ്ഥാനാർത്ഥിയില്ല, അദ്ദേഹത്തിന് എതിരിടാൻ ഒരു സ്ഥാനാർത്ഥിയില്ല, ഒരു വിജയസാധ്യതയുമില്ല. അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നേരിടുന്നത് CPIയുടെ PP സുനീറിനെയാണ്. അതിലെന്ത് പൊളിറ്റിക്സ് ഉണ്ട് എന്നാണ് ഉന്നയിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. 2, ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ ഇമാതിരി നിങ്ങൾക്ക് തിരിച്ചടിയാകുന്ന ഈ വലിയ പ്രചാരവേല നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം മനഃപൂർവ്വം ഉണ്ടാക്കി കൊടുത്തു എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ തുളസീദാസിന് ഈ മതേതരത്വത്തിന് വരുന്ന ഭീഷണിയിലുള്ള ആശങ്ക ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ശ്രവിച്ചത്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മുന്നണിക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. ഈ രാജ്യം നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ മതേതര ജനാധിപത്യം ഉറപ്പിച്ച് മുന്നോട്ട് പോയ ഒരു കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മതേതര കക്ഷികളുമാണ്. ആ കക്ഷികളെ തകർക്കുന്നതിന് വേണ്ടി ഏത് ചെയ്ത്താനുമായി കൂട്ടുകൂടി ഇന്ത്യയിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തണം എന്ന് തീരുമാനിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടം മുതലാണ് ഇന്ത്യ ഹിന്ദുവൽക്കരിക്കണമെന്ന് ആഗ്രഹിച്ച BJPയെ പോലെയുള്ള വർഗീയ സംഘടനകൾ രാജ്യത്ത് വളരാൻ അവസരമുണ്ടായത്. ആ അവസരം ഒരുക്കി കൊടുത്തത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പങ്ക് ചെറുതല്ല, വളരെ വലുതാണ്. ഇന്ന് നിങ്ങൾ അതിൽ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ. അതായത് BJPയെ ഇല്ലാതാക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്ലാൻ. അതാണ്. അതിന്റെ കൂടെ LDFനെ കൂടി ഇല്ലാതാക്കണം, CPIMനെ കൂടി ഇല്ലാതാക്കണം, CPIയെ ഇല്ലാതാക്കണം എന്നതും നിങ്ങളുടെ പദ്ധതിയാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, എന്തിനാണ് ഇടതുപക്ഷത്തിന് ഇത്ര വലിയ വേവലാതി? ഇത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇടതുപക്ഷവുമായി ഇവിടെ മത്സരമേ ഇല്ല. BJPയുടെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയാണ് അവിടെ ആ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വയനാട് സീറ്റിൽ എങ്ങനെ ഇടതുപക്ഷവുമായി മത്സരിക്കും? നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നത് വയനാട്ടിൽ മാത്രം ജയിക്കാനല്ലല്ലോ, ഈ മേഖലയിൽ ആകെ ഒരു തരംഗം ഉണ്ടാക്കാനാണ്. അതായത് കേരളത്തിലെ
ലെഫ്റ്റിനെ ആകെ ഇല്ലാതാക്കുക BJP-യുടെ ഒപ്പം എന്നത് നിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതിൽ പറ്റിയിട്ടുള്ള അബദ്ധം വിലയിരുത്തുന്നിടത്ത് ഇവർക്ക് പറ്റിയിട്ടുള്ള തെറ്റാ. രാഹുൽ ഗാന്ധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറണം. തർക്കം ആ കാര്യത്തിലില്ല. അതിനുവേണ്ടി കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്ന കൂട്ടത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനും UPA-ക്കും അനുകൂലമായ വോട്ടുണ്ടാവണം, MP-മാരുണ്ടാകണം. അതിനാധാരമായുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഇത്രമാത്രം ആശങ്കയോടെ വേവലാതിയോടുകൂടി ഇടതുപക്ഷം കാണേണ്ട കാര്യം എന്താണ്? ഇടതുപക്ഷത്തിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റിലാണ് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ശരി, അതല്ലല്ലോ. ഇത് ട്രഡീഷണലായി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UPA-യുടെ ട്രഡീഷണൽ സീറ്റാണ്. ആ സീറ്റിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴുള്ള ഇൻറ്റൻഷൻ വളരെ ക്ലിയറാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, വടക്കേ ഇന്ത്യയിൽ വർഗീയത പറഞ്ഞ് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ ഒരു പത്രവാർത്ത എത്ര മ്ലേച്ഛകരമാണ്, എത്ര ലജ്ജാകരമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഹിന്ദുക്കളെ ഭയപ്പെട്ട് അത് തന്നെയാണ് എൻ്റെ സുഹൃത്ത് ശ്രീ അശോകനും പറഞ്ഞത്. എവിടേക്കാണ് നമ്മുടെ രാഷ്ട്രീയ രംഗം കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നത്? ഇന്ത്യയിലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് വോട്ടർമാരുണ്ടോ? ഇന്ത്യയിൽ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാജ്യത്തിൽ 18 വയസ്സായവനാണ് വോട്ടവകാശം. ഹിന്ദുവിന് വോട്ടല്ലല്ലോ. ഒന്നുകൂടി വ്യക്തമാക്കട്ടെ. ബഹുമാന്യനായ നരേന്ദ്രമോദി ഇന്ന് രാഹുൽ ഗാന്ധി ഓടി രക്ഷപ്പെട്ടത് ഹിന്ദുക്കളെ ഭയപ്പെട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹം ആരുടെ സ്ഥാനാർത്ഥിയാണ്? അദ്ദേഹം NDA-യുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറയുന്നു 52% ഹിന്ദു ഉള്ളിടത്തേക്കാണ് ഞാൻ മത്സരിക്കുന്നത്. ആ ഹിന്ദുവിന്റെ വോട്ട് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടും. ഇതെന്ത് രാഷ്ട്രീയമാണ്? ഇതിനെയാണ് ഞങ്ങൾ ഇടതുപക്ഷം രാജ്യം വലിയ ഉന്നതിയിലെത്തിയതിനെ കുറിച്ചും വികസനത്തെ കുറിച്ചും സംസാരിച്ച് വോട്ട് പിടിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഊന്നുന്നത് മുഴുവൻ ഈ പറയുന്ന വർഗീയതയിലാണ്. രാഹുൽ ഗാന്ധി എന്ന പേര് കേട്ടാൽ കൈയടിക്കുന്നത് പാകിസ്ഥാനിലാണെന്ന് പ്രസംഗിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറയുകയാണ് ഹിന്ദുക്കളെ പേടിച്ചോടിയെന്ന്. നിങ്ങളുടെ തന്നെ സംഘപരിവാർ ഹാൻഡിലുകൾ ട്വിറ്ററിലും മറ്റും പ്രദർശിപ്പിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ കൊടി കാട്ടിയിട്ട് ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണ്, മുസ്ലിം ഭീകരതയാണെന്നാണ്. ഇങ്ങനെയാണോ നിങ്ങളൊരു ഫെയർ പൊളിറ്റിക്സ്? ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയൊക്കെ സംസാരിക്കേണ്ടത്? മുസ്ലിം ന്യൂനപക്ഷത്തെയും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെയും രണ്ടായിട്ട് കാണുക. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്, തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. അത് ഇന്ന് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അവരുടെ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ അതേസമയം മുസ്ലിം ലീഗ് വളർന്നു വന്നിട്ടുള്ള അതിൻ്റെ പാരമ്പര്യമുണ്ട്. അവിടെയാണ് തർക്കം വരുന്നത്. ഞങ്ങളല്ല തർക്കം ഉന്നയിച്ചത്. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നെഹ്റുവാണ് മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെയുള്ള നെഹ്റുവിൻ്റെ ചെറുമകൻ്റെ മകൻ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു പ്രദേശത്തേക്ക് വരുന്നു. ഉത്തരേന്ത്യയിൽ ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിനെ ഇന്ത്യയിൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒക്കെ ഉണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്. വയനാട്ടിൽ ന്യൂനപക്ഷമുണ്ട്. ഞങ്ങൾ പറഞ്ഞത് വയനാട്ടിൽ ന്യൂനപക്ഷമുണ്ട്. വയനാട്ടിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗം. അതങ്ങനെ പല സ്ഥലത്ത് വരാറുണ്ട്. ചില സ്ഥലത്ത് ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളാവും, ചില സ്ഥലത്ത് ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനികളാവും, ചില സ്ഥലത്ത് ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളാവും. അത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്, ഇന്ത്യയുടെ സൗന്ദര്യമാണ്. അതിനകത്ത് ആർക്കും തർക്കമൊന്നുമില്ല. അപ്പോൾ വയനാട്ടിൽ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളാണെന്നേ പറഞ്ഞുള്ളൂ. അത് പറയുന്നത് എന്താണ് തെറ്റ്? ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നിങ്ങൾ ഈ മതേതരത്വത്തെക്കുറിച്ച് ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കുന്നുണ്ടല്ലോ. അവസാനമായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവർ ചർച്ച നടത്തുകയാണ് BJP പുറത്താക്കാൻ. ഒടുവിൽ ആ ചർച്ച വന്ന് നിന്നത് എവിടെയാണെന്നറിയോ? KPCC-യുടെ നിർദ്ദേശപ്രകാരം കൊണ്ടോട്ടിയിൽ പോപ്പുലർ ഫ്രണ്ടും ലീഗിന്റെ നേതാക്കളും ഒന്നിച്ചു കൂടിയിരുന്ന് ചർച്ച നടത്തിയ ഈ കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണ് മതേതരത്വത്തെക്കുറിച്ച് പറയാൻ. ഇവർക്ക് എന്താ അവകാശമുള്ളത്? ന്യായമല്ലേ? നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ? മീഡിയ 1 അടക്കമുള്ള TV-കൾ റിപ്പോർട്ട് ചെയ്ത് എല്ലാ ആളുകളെയും എല്ലാ വിധ്വംസക ശക്തികളെയും കൂട്ടുപിടിക്കുന്നു. എന്നിട്ട് മതേതരത്വത്തെക്കുറിച്ച് ഇവർ വാതോരാതെ പ്രസംഗിക്കുന്നു. അതിനുള്ള അർഹത അവർക്കില്ല. അവിടെയാണ് പ്രശ്നം. ഓക്കെ ആ കാര്യത്തിൽ നമുക്ക് ഈ ഇവിടുത്തെ പ്രേക്ഷകരുടെ പ്രതികരണം കൂടി നിശ്ചയമായും ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. BJP-യുടെയും ഒപ്പം കോൺഗ്രസിൻ്റെയും CPI-യുടെയും പ്രതിനിധികളാണ് ഈ ചർച്ചയിൽ പാനലിൽ നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം ഈ നാട്ടിലെ ഒരു കൂട്ടം വോട്ടർമാരും ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അവരിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ തുളസിദാസ് മേനോൻ, ഇവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനോട് വലിയ വിയോജിപ്പുണ്ടായിരുന്ന ഒരു മുന്നണിയല്ല നിങ്ങളുടേത്, പാർട്ടിയുമല്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വണ്ടി കയറുന്നു എന്ന തീരുമാനം വന്നതോടെ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ ഇനിയൊരു മടിയും കാണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രമൊക്കെ എടുത്ത് നോക്കിയാൽ അയാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിൻ്റെ ചരിത്ര വഴികൾ ഒന്നാകെ എടുത്ത് പുറത്തിട്ട് പരിശോധിക്കാൻ, കോൺഗ്രസിൻ്റെ വർഗീയതയെക്കുറിച്ച്, കോൺഗ്രസിൻ്റെ അഴിമതികളെക്കുറിച്ച് നിരന്തരം പറയാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അങ്ങനെ രാഹുൽ ഗാന്ധിയെ ഓഡിറ്റ് ചെയ്യുക എന്നതാണോ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട, നിങ്ങളുടെ കുന്തമുനേനി? ഒരിക്കലുമല്ല.
രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് AICC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഈ കേരളത്തിൽ രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുന്നത്. സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആശങ്ക വീണ്ടും BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നാണ്. അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് കോൺഗ്രസിൻ്റെ AICC പ്രസിഡന്റിനെ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്ക് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ AICCയുടെ പ്രസിഡൻ്റായ രാഹുൽ ഗാന്ധിയെ ശ്രീമാൻ ഉമ്മൻചാണ്ടി അവിടെ അനുവാദമില്ലാതെ തന്നെ ഇവിടെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. അത് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ മുന്നണിയിൽ ഒരു വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാക്കി. സെക്യുലറിസ്റ്റോടുള്ള കമ്മിറ്റ്മെന്റ് ഒന്നുമല്ല. അല്ല, മറ്റൊന്നോ, ഇവിടെ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി ആരാ? കേരളത്തിൽ പ്രധാനപ്പെട്ട സഖ്യകക്ഷി മുസ്ലിം ലീഗാണ്. BJPയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി മത തീവ്രവാദത്തിൻ്റെ മൂർത്തീഭാവമായ RSSൻ്റെ നേതൃത്വം നൽകുന്ന BJP ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട്, എന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മതാധിഷ്ഠിത പാർട്ടിയാണ്, മതേതര പാർട്ടിയല്ല. ഇവിടെ എൻ്റെ BJPയുടെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു, കൊണ്ടോട്ടിയിൽ നടന്ന ഈ രാഷ്ട്രീയ നാടകം വെൽഫെയർ പാർട്ടി പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ. SDPI ന്യൂനപക്ഷ തീവ്രവാദത്തിൻ്റെ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം, മൂർത്തിഭാവമാണ് കേരളത്തിൽ SDPI. ആ SDPIയുമായി ചർച്ച ചെയ്തതാരാ? മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കളും സ്ഥാനാർത്ഥികളുമായ PK കുഞ്ഞാലിക്കുട്ടിയും VT മുഹമ്മദ്. അതായത് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ പറയുന്നത് എന്താണോ അതിവിടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപകടമാണ്. അതായത് ഇവിടെ മുസ്ലിം മതസംഘടനകൾ, വർഗീയ സംഘടനകൾ എന്നിവരുടെ പിന്തുണയോട് കൂടിയാണ് രാഹുൽ മത്സരിക്കുന്നത് എന്ന പ്രചാരണത്തിന് നിങ്ങൾ കൂടി കൊടുക്കുകയാണ്. ഭൂരിപക്ഷ തീവ്രവാദത്തിന്റെ അതേ എഫക്റ്റാണ് ന്യൂനപക്ഷ തീവ്രവാദം. രണ്ടിനെ സമീകരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ ലൈൻ വേറൊന്നാണ്, ഞങ്ങളുടെ ലൈൻ വേറൊന്നാണ്? പരസ്യമായിട്ട് പ്രതികരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ? അതെന്തിനാണ് അവരൊരു മുന്നണിയായിട്ട് പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ആ പാർട്ടി തന്നെയും ഇവിടുത്തെ ഭരണഘടനയും സംവിധാനങ്ങളെയും എല്ലാം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? അതെ. അല്ല, അവരെന്തിനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നം, ഇപ്പോ മുന്നോക്ക വിഭാഗത്തിലെ ദരിദ്ര നാരായണന്മാർക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി 10% സംവരണ ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ പാർലമെന്റിൽ ചെറുത്തു തോൽപ്പിച്ച് വോട്ട് ചെയ്ത പാർട്ടിയാണ് ലീഗ്. മുത്തലാഖ്, മുസ്ലിം വിഭാഗത്തിലെ 50% വരുന്ന ആളുകൾ ലീഗിനെതിരാവും. 50% വരുന്ന ആളുകൾ സ്ത്രീകളാണ്. മുത്തലാഖ് വേണം എന്ന നിലപാടെടുത്ത് പാർലമെന്റിൽ അതിനുവേണ്ടി ബഹളം വയ്ക്കുന്നവരാണ് ലീഗ്. ആ ലീഗിന്റെ ഈ രണ്ട് നയങ്ങൾ, ഈ രണ്ട് സംഭവങ്ങൾ, ആ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നയം ഒന്നാണെന്ന് കോൺഗ്രസ് പറയട്ടെ. ഇവിടെ കോൺഗ്രസിന് നിരന്തരമായി വോട്ട് കുത്തുന്ന ആളുകളുണ്ട്, ഈ മുന്നോക്ക വിഭാഗത്തിലെ ദരിദ്രന്മാർ. അതേപോലെ തന്നെ മുത്തലാഖ് വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എങ്ങനെയാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിലപാട് ഒരേപോലെ എന്ന് പറയുക? ഇതൊക്കെ തിരിച്ചു വരാൻ പോവുകയാണ്. മുസ്ലിം സ്ത്രീകൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. ശരി, ആ കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ എന്തായാലും നിൽക്കാനൊന്നും കഴിയില്ല. അങ്ങനെ നിൽക്കാത്ത ഒരാൾക്ക് എന്തിന് വോട്ട് ചെയ്യണമെന്ന ചോദ്യം സ്വാഭാവികമാണല്ലോ. നിങ്ങൾ എങ്ങനെ കാണുന്നു ആ സാഹചര്യത്തെ? രാഹുൽ ഗാന്ധി UDFന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും ഇവിടേക്ക് വരാതെ തന്നെ രാഹുൽ ഗാന്ധിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുവാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങൾക്കൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് കിട്ടാവുന്നത്. അല്ല, ഇവിടെ റോഡും പാലവും തരുന്ന MP ആവശ്യം അങ്ങനെയല്ല നമ്മളതിനെ കാണുന്നത്. അങ്ങനെയല്ല കാണുന്നത്, മറിച്ച് ഇന്ത്യയുടെ ഒരു സാഹചര്യത്തെയാണ് കാണുന്നത്. ഇന്ത്യയെ സാഹചര്യത്തിൽ കണ്ടാൽ തന്നെ വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ലോകം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. മോദി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അവരെല്ലാം വോട്ട് ചെയ്യുവാൻ ബമ്പിൽ കൊണ്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അത്ര ആവേശം അവിടെ ഉണ്ടെന്നാണ്. അല്ല, ഇവിടെ ഇപ്പോൾ സംഘി ഏതാണ് സഖാവ് ഏതാണ് എന്ന് അറിയാത്തൊരവസ്ഥ ഇപ്പോൾ ഇവിടെ ഉള്ളത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ 545 മണ്ഡലങ്ങളിൽ എവിടെയും മത്സരിക്കുക, അതിന് ആര് ഷീട്ടും ഇവിടെ ആവശ്യമല്ല. അത് ഇവിടുത്തെ സഖാക്കളും സംഘികളും മനസ്സിലാക്കണം. പിന്നെ ഈ പറയപ്പെടുന്ന CPIന്റെ പ്രതിനിധി പറഞ്ഞു രാഹുൽ ഗാന്ധി
പേടിച്ചോടി കേരളത്തിലേക്കെന്ന്. ഇവിടെ പ്രകാശ് കാരാട്ട് BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടോ? സീതാറാം യെച്ചൂരി BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടോ? ആനി രാജ BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടോ? എസ് രാമചന്ദ്രപിള്ള BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടോ? ഏതെങ്കിലും CPIൻ്റെയോ CPMൻ്റെയോ നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാർ BJPക്കെതിരെ മത്സരിക്കാനോ അവരുടെ തട്ടകളിൽ പോയി അവരെ വെല്ലുവിളിക്കാനോ തൻ്റെയാണ് കാണിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ ആൾ, ഇവിടുത്തെ ഒരാൾ ഇവിടെ ഈ മതേതരത്തെ ഇന്ത്യയിൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വോട്ട് പിടിക്കുന്നത്. ഇത് ജനാധിപത്യമാണ് സുഹൃത്തെ, ഇത് മതേതരത്തെ കേരളമാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. നിങ്ങളൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ഇവിടുത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്ക് ഒറ്റുപണി ചെയ്യുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതി വെക്കുന്ന തിരക്കിലായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അല്ലെങ്കിൽ പറയട്ടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള, പട്ടം താണിപ്പിള്ള അടക്കമുള്ള, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള മനസ്സിലാക്കണം. തനി സംഖ്യയായിക്കൊണ്ട് തനി ഹിന്ദു വർഗീയവാദം നിങ്ങൾ പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് കേരളത്തിലേക്ക് BJP എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ഇമാജിനേഷൻ അതിനെ കുറിച്ചുണ്ട്. പക്ഷേ ഇങ്ങനെ പച്ചയായി ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറയുന്നതിന്റെ ഇഷ്യൂ ആണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇത് പൊതുവായി അല്ല പറയട്ടെ, പൊതുവായി പറയട്ടെ. മുസ്ലിം ലീഗിന്റെ മതേതര പാരമ്പര്യം ഒന്നും എഴുന്നള്ളിക്കേണ്ട. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റേ ദിവസം ഇന്ത്യയിലെ ഹിന്ദുവിനും മുസൽമാനും ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാതൃരാജ്യത്തിന്റെ മാറത്ത് കത്തിവെച്ചവർ. അന്ന് മലബാറിൽ പ്രവർത്തിച്ച ലീഗിന്റെ നേതാവുണ്ടായിരുന്നു സത്താർ സേട്ട് പാകിസ്ഥാനിലേക്ക് പോയി. സത്താർ സേട്ട് നിങ്ങളുടെ നേതാവ് 10 അണയ്ക്ക് കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആളുകൾ സത്താർ സേട്ട് അവിടേക്ക് പോയതാണ്. നിങ്ങൾക്ക് കോൺഗ്രസ് തന്നിട്ടുള്ള മതേതര സർട്ടിഫിക്കറ്റ് അത് BJPക്ക് വലിയ പരസ്പര തർക്കമല്ല. രാഷ്ട്രപിതാവിന്റെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലെ കാഞ്ചി വലിച്ച നാഥുറാം വിനായക് പണിത നാണം കെട്ട സംസ്കാരമുള്ള സംഖ്യകളാണ്. വഴക്കുണ്ടാക്കല്ലേ? ഇല്ല ഇല്ല ഇല്ല, അവിടെ ഇരിക്കെ. വഴക്കുണ്ടാക്കല്ലേ? ബായ്, വഴക്കുണ്ടാക്കല്ലേ? ശരി, വേഗം. ഇവിടെ ഒറ്റ മിനിറ്റ് സുഹൃത്തുക്കളെ, ഒരു മിനിറ്റ്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് കാഞ്ചി വലിച്ച നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ രാജ്യദ്രോഹിയെ രാജ്യസ്നേഹിയായി കണ്ട നരേന്ദ്രമോദിയെ അല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത്. വേണ്ടിയും ജനാധിപത്യത്തിനു വേണ്ടി നിലകൊണ്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ രാഹുൽ ഗാന്ധിയാണ്. കയ്യാങ്കളി പാടില്ല. കയ്യാങ്കളി വേണ്ട. എന്താണ്? പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ നിലമ്പൂരിൽ നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വോട്ടർമാരും നിലമ്പൂരിലെ ബഹളത്തിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക് എടുക്കുകയാണ്. ഒരു വേളയിലേക്ക് കൂടി വേഗം മടങ്ങി വരാം. വീണ്ടും സ്വാഗതം ബിഗ് ഫൈറ്റിലേക്ക്. നമ്മൾ നിലമ്പൂർ പട്ടണത്തിലാണുള്ളത്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം അല്ലെങ്കിൽ പ്രചാരണ അന്തരീക്ഷം മാറിമറിഞ്ഞ സാഹചര്യം പരിശോധിക്കുകയാണ്. വയനാട്ടിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ആദ്യ ദിവസമായി ഇന്ന് നിലമ്പൂരിലാണുള്ളത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രതിനിധികൾ നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ CPIയുടെ പ്രതിനിധിയോട് തന്നെയാണ് അവരെല്ലാവരുടെയും ചോദ്യം. അതായത് ഇവിടെ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആവിഷ്കരിക്കുന്ന നിങ്ങളുടെ ഒരു പ്രതിരോധ തന്ത്രം അത് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജിയുമായി ചേർന്ന് പോകുന്നു എന്നതാണ്. ഏത് ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയെല്ലാം ചേർന്നുകൊണ്ട് അവരുടെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ മുസ്ലിം മതവർഗീയത സ്പോൺസർ ചെയ്യപ്പെട്ട അങ്ങനെ വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അശോക് കുമാറിൻ്റെ പാർട്ടി ഉത്തരേന്ത്യയിൽ ആകെ നടന്നു പറയുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു വ്യത്യാസം, ഒരു മതിലില്ലാതാവുന്നു എന്നതാണ് പ്രശ്നം. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്ന്,
ഓക്കെ, ഒരു മിനിറ്റ് പറയട്ടെ. എൻ്റെ മുസ്ലിം ലീഗിൻ്റെ സുഹൃത്ത് ഇവിടെ ഉന്നയിച്ചൊരു വിഷയത്തിന് ഞാൻ പറയാം. ആദ്യം ഒന്ന്, RSSൻ്റെ ഒരു ചരിത്രമുണ്ട് രാജ്യത്ത്. RSSൻ്റെ ചരിത്രം എന്താ? ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ഞാൻ സൂചിപ്പിച്ച മഹത്തായ മനുഷ്യസ്നേഹത്തിൻ്റെയും മാനവ സഹോദരത്തിൻ്റെയും പ്രതീകമായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമെല്ലാം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു ചരലിൽ കോർത്ത പൂമാല പോലെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന ഒന്നാന്തരം ശ്രീരാമഭക്തനായ, ഒന്നാന്തരം ഹിന്ദുമത വിശ്വാസിയായ നമ്മുടെ മഹാത്മജിയുടെ മുന്നിൽ പോയി നമസ്കരിക്കാനെന്ന വ്യാജേന ഒരു സ്വയം സന്ധിയിൽ, ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് RSSനോട് വിയോജിപ്പുണ്ട്. RSSനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ RSS ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുന്ന തന്ത്രം എന്നത് രാഹുൽ ഗാന്ധി മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലത്തിൽ പോയി ഹിന്ദുക്കളെ ഭയന്ന് പോയി മത്സരിക്കുന്നു എന്നതാണ്. അവരുണ്ടാക്കുന്ന ഒരു ബൈനറി, ഉണ്ടാക്കുന്ന ഒരു ദ്വന്ദ്വം. അതിന് നിങ്ങൾ എന്തിനാണ് അതേ മുദ്രാവാക്യം വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പോപ്പുലറാക്കാൻ നോക്കാം, നിങ്ങളുടെ സംസ്ഥാനത്തെ നിങ്ങളുടെ ഭരണ മികവ് പറയാം, ദേശീയ തലത്തിൽ ഇടതുപക്ഷം ശക്തിയാർജിക്കുന്നതിനെ കുറിച്ച് പറയാം. അതിനിടയിലൂടെ മുസ്ലിം വർഗീയത എന്നത് RSS ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ആയുധമാണ്. അത് നിങ്ങൾ എന്തിനടുത്ത് ഉപയോഗിക്കണം? ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, ഭൂരിപക്ഷ തീവ്രവാദവും ന്യൂനപക്ഷ തീവ്രവാദവും മതേതര ഇന്ത്യയിൽ ആപത്താണ്. അത് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഓക്കെ, എന്നെ കരീം, അവിടെ SDPIയുമായി ചർച്ച നടത്തി വിജയിക്കാൻ പോലും ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു എത്തിക്സും ഇല്ല എന്നാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ തുളസി, അദ്ദേഹത്തോട് വളരെ ഖേദപൂർവ്വം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അടിയന്തരാവസ്ഥയുടെ പേരിൽ ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വ സംവിധാനത്തെയും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെയും തകർക്കാൻ നേതൃത്വം കൊടുത്ത അന്നത്തെ നേതാക്കന്മാരുടെ പ്രേതം നിങ്ങളെ ഇപ്പോഴും ബാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തുറന്നു പറയണം. ഞാൻ ബഹുമാന്യനായ D. രാജയുടെ വാക്കുകളോടെ കടമെടുക്കുക. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ വർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണം. ആ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്ന പാർട്ടി, ഇന്ന് എനിക്കൊരു സംശയം വരുന്നത്, ഇടതുപക്ഷ പാർട്ടികളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില ആളുകളുടെ കുതന്ത്രത്തിൽ CPI പെട്ടുപോയോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. നിങ്ങൾ പറയുകയും ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് എന്തായാലും വയനാട് ചുരം കടന്ന് അപ്പുറം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾ ഉറപ്പുള്ള ഒരു സ്ഥലത്ത് വന്ന് ആരെ തോൽപ്പിക്കാനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? പറഞ്ഞല്ലോ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ ആധിപത്യത്തെ കർണാടകയിൽ പോയിക്കൂടെ? അവിടെ ഏറ്റവും ടെൻഷനുള്ള ഏരിയ കർണാടകത്തിൽ. എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? കർണാടകത്തിൽ UPA അനുകൂലമായ തരംഗം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടേക്കാൾ കൂടുതൽ റിസ്ക് ഉള്ള ഏരിയ അതാണ്. അത് തെരഞ്ഞെടുക്കാതെ കേരളത്തിൽ വരുന്ന എന്തിനാണ്? നിങ്ങൾ പറയുന്നു ഒന്നിച്ച് നിൽക്കണമെന്നതിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന്. അതേസമയം നിങ്ങളുടെ കൂടെ എന്തായാലും നിൽക്കുമെന്ന് നിങ്ങൾക്ക് പരിപൂർണമായ ബോധ്യമുള്ള ഒരു പാർട്ടി. ഇന്റെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ മതതീവ്രവാദത്തിന്റെ വക്താക്കളെ തകർക്കലാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ വേറെ തർക്കത്തിന് പോകണ്ടല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ട്രഡീഷണൽ സീറ്റും UPAയുടെ സീറ്റുമായ വയനാടിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മത്സരിക്കുന്നത്. ആർക്കെതിരെ? BD ജയസിനെതിരെ. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ എതിരല്ല. അവിടെ പിന്തുണ പിൻവലിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെ കൂടെ CPIയും ഇടതുപക്ഷവും. BD ജയസിന്റെ തുഷാർ വെള്ളാപ്പള്ളിയാണ് നിങ്ങൾ കാണുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. തുഷാർ വെള്ളാപ്പള്ളിയെ ഞങ്ങൾ ചിത്രത്തിലേ കാണുന്നില്ല. രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ഒരു മിനിറ്റ്, ഇവിടെ പറഞ്ഞു മത തീവ്രവാദികളെ പരിപോഷിപ്പിക്കുന്ന നിലപാട് നിങ്ങൾ ആലോചിക്കണ്ടേ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിഭാഗീയത ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ബാബരി മസ്ജിദിന്റെ തകർച്ച. ആ ബാബരി മസ്ജിദിന്റെ തകർച്ചയിൽ ഇന്ന് ആരോപിക്കപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയിലെ മതേതരത്വത്തിന് ശക്തി പകരാൻ നേതൃത്വം കൊടുത്ത പാണക്കാട് തങ്ങളാണ്. അതിന് ആക്ഷേപം പറഞ്ഞുകൊണ്ട് കല്യാൺ സിംഗ് ആണ്. അവിടെ കല്യാൺ സിംഗ് ജില്ലാ ഭരണകൂടത്തിന്റെ സംസ്ഥാനത്തിന്റെയും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ജില്ലാ ഭരണകൂടമാണ്. ആ ജില്ലാ ഭരണകൂടം അവിടെ ആരുടെ കയ്യിലാ? കല്യാൺ സിംഗ് ആണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. കല്യാൺ സിംഗിന്റെ മുഖ്യമന്ത്രിയാകുന്ന ബഹുമാനപ്പെട്ട തുളസിദാസ് സാറിനോടാണ് എന്റെ ചോദ്യം. എനിക്ക് നിങ്ങളെ ഈ അവസ്ഥ,
അത് അപ്പുറത്തും വയ്യ ഇപ്പുറത്തും വയ്യാത്ത നിൽക്കുന്ന ഈ അവസ്ഥ കാണുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറേ നേരമായി മതേതത്വം എന്ന് പറയുന്നു. ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ കേരളത്തിൽ മതേതത്വം എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടില്ലേ? ഏത് രീതിയാണ് മതേതത്വം നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ കരീമാക്ക ഇത് മനസ്സിലാക്കുക. ഇപ്പോൾ കുറച്ച് നമ്മുടെ നാട്ടുകളിൽ കാണപ്പെട്ടു കുറച്ച് പോസ്റ്റുകൾ. ആ പോസ്റ്റുകളിൽ പറയുന്നത് എന്താണ്? ഇന്ത്യയെ കണ്ടു, ഇന്ത്യയെ തിരിച്ചറിഞ്ഞു. എൻ്റെ 50 വർഷമായിട്ട് ഇന്ത്യയെ കാണാനും തിരിച്ചറിയാനും നിങ്ങൾക്ക് സർക്കാരിന് കഴിഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഏതർത്ഥത്തിലാണ് നിങ്ങൾ കണ്ടത്? 5 വർഷം കൊണ്ട് മോദി സർക്കാരിൻ്റെ ഗുണം കൊണ്ടാണോ ഇന്ത്യയെ ഇങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞത്? അതോ ഇന്ത്യയെ 50 വർഷം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിയാത്തത്, 50 വർഷം കൊണ്ട് കോൺഗ്രസ് സൃഷ്ടിക്കാൻ കഴിയാത്തത്, 50 വർഷം കൊണ്ട് കോൺഗ്രസ് സൃഷ്ടിക്കാൻ കഴിയാത്തത് ആ പോസ്റ്റ് വായിക്കുന്നിടത്ത് അങ്ങേക്ക് പറ്റിയിട്ടുള്ള തെറ്റാണ്. 50 വർഷം ഇന്ത്യയെ ഞങ്ങൾ കണ്ടെത്തി, ഇന്ത്യയെ ഞങ്ങൾ വീണ്ടെടുക്കും. ഇന്ത്യയെ ഞങ്ങൾ കണ്ടെത്തിയത് വീണ്ടെടുക്കും. എന്താ വീണ്ടെടുക്കുന്നത്? എന്താ വീണ്ടെടുക്കുന്നത്? ഒരു മിനിറ്റ്. എനിക്കിവിടെ ചോദിക്കാനുള്ളത് ഒന്ന് സഖാവിനോടും ഒന്ന് കോൺഗ്രസ് നേതാവിനോടാണ്. എന്ത് വർഗീയതയാണ് ഇവിടെ നടക്കുന്നത്? ഒരിക്കലും ഇവിടെ വർഗീയതല്ല. ഇവിടെ ഏറ്റവും വലിയ വർഗീയ കക്ഷി എന്ന് പറഞ്ഞ ഒന്ന് ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. ശബരിമല എന്നൊരു വിഷയത്തെ അടിസ്ഥാനമാക്കി അവർ വർഗീയത പ്രചരിപ്പിച്ചു. കോൺഗ്രസ്സുകാരാണ് ബ്രൂട്ടലായി കൊല ചെയ്യപ്പെട്ട രാധ എന്നൊരു സ്ത്രീയുടെ നാടാണിത്. അതേപോലെ വർഗീയത അക്രമമാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര. ശരി. ഒരു മിനിറ്റ് താങ്കൾ പറയും. വേഗം. ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം, ഇവിടെ നിൽക്കുന്ന NDAയുടെ പ്രതിനിധിയും അതുപോലെ LDFന്റെ പ്രതിനിധിയും ഒരമ്മ പെറ്റ മക്കളെ പോലെ നിൽക്കുകയാണ്. കാരണം ഞങ്ങളുടെ പ്രധാനമന്ത്രി ആകാൻ പോകുന്ന രാഹുൽജി നമ്മുടെ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ പ്രധാനമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷം നിങ്ങളുടെ പിന്തുണ രാഹുൽജിക്ക് തരാൻ പറയുമ്പോൾ നിങ്ങൾ തരാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ NDAക്ക് നിങ്ങളുടെ പിന്തുണ ഇവിടെ കൊടുത്ത് അവരെ ജയിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ജയിക്കൂല. അതൊരു മിഥ്യാധാരണ മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ കേന്ദ്രത്തിൽ BJP ഭരിച്ചു, കേരളത്തിൽ LDFും ഭരിച്ചു. നിലമ്പൂരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് നിലമ്പൂർ തഞ്ചങ്കോട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ. ഈ പദ്ധതി ഒന്ന് നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ NDA സർക്കാരിനോ അതേപോലത്തെ ഇവിടെ കേരളം ഭരിക്കുന്ന LDF സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് വിമർശനമാണ് അദ്ദേഹത്തിനുള്ളത്. ഓക്കെ. BJPയുടെ നേതാവിനോടാണ് ചോദ്യം. വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഈ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് കോൺഗ്രസിന്റെ ലക്ഷ്യം, UDFന്റെ ലക്ഷ്യം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 4 ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അതുകൊണ്ട് CPIയുടെ സ്ഥാനാർത്ഥിയെ ഈ മണ്ഡലത്തിൽ നിന്ന് പിൻവലിക്കണം എന്നാണ്. നിങ്ങളെ വോട്ടും കൂടി ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാനൊരു മറുപടി പറയട്ടെ. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. നിങ്ങൾ ഈ ചർച്ചയിലെ ഒരു മിനിറ്റ് പറയട്ടെ. നിങ്ങൾ പറഞ്ഞു. ഈ വർഗീയതയും മറ്റ് മതേതരത്വം ഒക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ RSSനെ അനാവശ്യമായിട്ട് ഈ ചർച്ചയിലേക്ക് വലിച്ചെടുക്കുന്നു. 1963 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ RSSനെ ഗണവേഷത്തിൽ വിളിച്ചു വരുത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുപ്പിച്ചത് കോൺഗ്രസിന്റെ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അന്ന് നെഹ്റു കാണാത്ത, അന്ന് നെഹ്റുവിനില്ലാത്ത ആക്ഷേപം ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2019 ചരിത്രരേഖയിലും ഇല്ലാത്ത കാര്യമാണ് അശോക് കുമാർ താങ്കൾ പറയുന്നത്. ഒന്നുമില്ല, നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പഠിക്കണം. എന്നെ കരീമിനറിയാം. റിപ്പബ്ലിക് ദിന പരേഡിൽ RSSനെ പങ്കെടുപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഞാൻ പറഞ്ഞത് അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടും. ഇവിടെ നിങ്ങൾക്ക് ലീഗും കോൺഗ്രസും BJPയും ഒക്കെ അംഗീകരിക്കപ്പെട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാ. അവർക്ക് മത്സരിക്കാം, തെരഞ്ഞെടുപ്പ് ജയിക്കാം, അതിനൊന്നും വിരോധമല്ല. രാഷ്ട്രീയം കൃത്യമായിട്ട് വെക്കൂ, മുന്നോട്ട് വെക്കൂ. ഞങ്ങൾ രാഷ്ട്രീയം വെച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഞങ്ങൾ വിജയിക്കും. ഭാവി പ്രധാനമന്ത്രിയായിട്ട് തന്നെ എല്ലാ കാലത്തും നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടാവും. ഒരു കാലത്തും ആരോട് ചോദിക്കാനാണ്? തുളസീദാസിനോട്.
തുളസീദാസ് ഇവിടെ സംസാരിച്ചു. തുളസീദാസിനോടാണ് ചോദ്യം. തുളസീദാസ് പരിതപിക്കുന്നത് കേട്ടു. കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടുകൂടി പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇത് സംസാരിക്കണ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണെന്നില്ലേ മനസ്സിലാക്കണം. കാരണം 55 കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പ്രതിപക്ഷമായിരുന്ന പാർട്ടിയാണ് ഈ ചോദിക്കുന്നത്. ഒരു എം പി ഉള്ളൂ. ഇന്ന് ഒരു എം പി ഉള്ളത്. അന്ന് AKG ആയിരുന്നു ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ്. ആ പാർട്ടിന്റെ സ്ഥിതി എന്താണെന്ന് അറിയോ? അതിന്റെ ദേശീയ നിലവാരം തന്നെ, ദേശീയ പാർട്ടി എന്ന പദവി തന്നെ നഷ്ടപ്പെടുന്ന വിധത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരു ചോദ്യം കൂടി. മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞു മതാധിഷ്ഠിത പാർട്ടിയാണെന്ന്. ഇതേ മുസ്ലിം ലീഗിന്റെ ഒപ്പമാണ് ഇവർ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. അത് പിൻവലിച്ചുകൊണ്ട് മതാധിഷ്ഠിത പാർട്ടി ഇതേ മുസ്ലിം ഞങ്ങളുടെ നേതാവിന്റെ ഖാദർ മോദിയുടെ പടം വെച്ചിട്ടാണ് അവിടെ CPI പിടികൂടല്ലേ അതിന് ഒരുപാട് പൈസയാവും. ചെറിയ പൈസ ഒന്നുമല്ല അതിന് കേട്ടോ, കളഞ്ഞോളല്ലേ. ഓക്കെ മറുപടി. ഇത് ബഹളത്തിലുള്ള പരിപാടിയല്ല. ഒരു മിനിറ്റ് പറയട്ടെ. ഇവിടെ ഉന്നയിച്ച നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ ഒരു നിലപാട്, കേരളത്തിൽ വേറൊരു നിലപാട്. അവിടെ മുസ്ലിം ലീഗ് ഒപ്പമുള്ള മുന്നണിയിൽ മത്സരിക്കാനും അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാനും പ്രസംഗിക്കാനും മടിയില്ല. ഇവിടെ മുസ്ലിം ലീഗ് മതരാഷ്ട്രീയ മതവർഗീയ പാർട്ടിയാണെന്ന് പ്രചരിപ്പിക്കുന്നു. ഞാൻ എന്താ പറഞ്ഞത്? ഈ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ SDPIയുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ചർച്ച നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടിലത്തെ കല്യാണം പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ. അത് ഈ തെരഞ്ഞെടുപ്പ് ധാരണയ്ക്ക് വേണ്ടി എടുത്തൊരു നിലപാടാണ്. അത് താങ്കൾ ഉന്നയിച്ച ഒരു അലിഗേഷനാണ്. അദ്ദേഹം ചോദിക്കുന്നത് തമിഴ്നാടാണ്. മറ്റൊന്ന് തമിഴ്നാട്. നിങ്ങൾ ബഹളാക്കല്ലേ, ഉത്തരം പറയട്ടെ. ഇല്ല, ശരി. ഖാദർ മോദി തമിഴ്നാടിന്റെ പറയട്ടെ. തമിഴ്നാട് മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് മതേതര ശക്തികളുടെ കൂട്ടായ്മയാണ്. അത് നിങ്ങൾക്ക് പറയാം. തമിഴ്നാടാണ് പ്രശ്നം. തമിഴ്നാടാണ് അദ്ദേഹത്തിന്റെ ഇഷ്യൂ. തമിഴ്നാട്ടിൽ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നേരിട്ടുള്ള സഖ്യമല്ല. രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുത്തിട്ടുള്ള നിങ്ങൾ നേരിട്ടുള്ള സഖ്യമല്ല അല്ല. അതെ, ഞാൻ പറഞ്ഞോട്ടെ, പറയാൻ ശ്രമിക്കുന്നില്ലല്ലോ. 2 സീറ്റിൽ മത്സരിക്കുകയാണ്. മുസ്ലിം ലീഗ് 1 സീറ്റിൽ മത്സരിക്കുകയാണ്. നിങ്ങൾ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ നേരിട്ടുള്ള സഖ്യകക്ഷിയല്ല. എന്നാലും ഈ വർഗീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട അവിടെ മുസ്ലിം ലീഗിന് വോട്ട് പിടിക്കാനോ മുസ്ലിം ലീഗുകാരൻ CPIക്ക് വോട്ട് പിടിക്കാനോ അവിടെ നടക്കണില്ല. ശരി, അതാണ് ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറെ അധികം വോട്ടർമാരുടെയും പ്രേക്ഷകരുടെയും പ്രതികരണത്തിലേക്കാണ് പോകേണ്ടത്. വേഗം ചോദിക്കും. ഹലോ, കേരളത്തില് 20 നിയോജക മണ്ഡലമുള്ളത്. ആ 20 നിയോജക മണ്ഡലത്തിൽ ആര് ജയിച്ചാലും അത് UPAക്കാണ് പിന്തുണ. പിന്നെ 80 സീറ്റുള്ള UPA ഇവിടെ ഒരാൾ വരേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമതായിട്ട് വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു കുറ്റിച്ചൂലായാലും ഓൻ ജയിക്കുമെന്ന് പറഞ്ഞത് ഈ രാജീവ് ഗാന്ധി ആ കുറ്റിച്ചൂലാണോ? ശരി, വയനാട്ടിലൊരു കുറ്റിച്ചൂൽ എന്നാലും ജയിക്കുമെന്ന് പറഞ്ഞത് അജയ് തറയിലാണ്. അപ്പൊ ഇവിടുത്തെ ആളുകളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി, ഏത് കുറ്റിച്ചൂലും വന്നാലും മതി എന്നൊക്കെ പറഞ്ഞാൽ ആരെയാണ് സത്യത്തിൽ കളിയാക്കുന്നത്? വോട്ടർമാരെയാണ്. ആ വാദം ആലങ്കാരികമായി മൂപ്പർക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം. ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഇപ്പൊ പറഞ്ഞല്ലോ, 2 ആൾക്ക് മറുപടി പറയണം ഞാൻ. അതുകൊണ്ട് എനിക്ക് സമയം തരണം. അശോകൻ റിപ്പബ്ലിക് ഡേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞു. അതാണ് വിശാലത. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിയണം. അതല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം ഇല്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവർക്ക് പോലും ഇന്ത്യയിൽ നിലനിൽക്കാൻ അവസരം കൊടുത്തു. അത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ. ഇവിടെ ചോദിച്ചല്ലോ ഏത് കുറ്റിച്ചൂലാൻ. രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷം തയ്യാറാണ് എന്ന് പറയുന്ന ആളുകളാണ് ഈ രീതിയിലുള്ള പ്രചരണം നടക്കുന്നത്. അതിലേറെ ഇന്നിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ പറഞ്ഞല്ലോ, അമൂൽ ബേബി. അജയ് തറയിൽ പറഞ്ഞതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അജയ് തറയിൽ ആ അർത്ഥം ഏത് അർത്ഥത്തിലാണ് എന്ന് പരിശോധിക്കണം. അങ്ങനെ ഏത് അർത്ഥത്തിലാണ് അജയ് തറയിൽ പറഞ്ഞത്? UDFന്റെ അതല്ലെങ്കിൽ UPAയുടെ ഏറ്റവും വലിയ ട്രഡീഷണൽ സീറ്റാണ്.
ആരെ നിർത്തിയാലും ജയിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ BJP ഒരൊറ്റ മിനിറ്റ് പ്രസ്താവന പറ്റില്ല. അല്ല, ഒറ്റ ചോദ്യമുള്ളൂ. പിന്നെ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ MLA മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ് രാജീവ് ഗാന്ധിക്കാണ് ഞാൻ വോട്ട് പിടിക്കണെന്ന്. അപ്പൊ നിലമ്പൂരിന്റെ ഉള്ളിൽ വന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരാന് രാഹുൽ ഗാന്ധിക്കും വേണ്ടി MLA ഇവിടെ വോട്ട് പിടിക്കുമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. ശരി 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 ആ കാര്യത്തിലുള്ള മറുപടി. അൻവറിന്റെ പ്രസംഗമാണ് വിഷയം. ഇങ്ങനെ തള്ളി വരല്ലേ, നിങ്ങൾ തള്ളി വരല്ലേ. സമയം കഴിയാണ്, സമയം കഴിഞ്ഞു. ബലം പ്രയോഗിക്കല്ലേ, ബലം പ്രയോഗിക്കരുത്. ശരി 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 ഓക്കെ 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 ബലം പ്രയോഗിക്കരുത്. ഇല്ല ഒരു സെക്കൻഡ് ബഹളം ഉണ്ടാക്കല്ലേ. നിങ്ങൾ അതിന് ഉത്തരം പറയും. വേഗം പറ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു മിനിറ്റ് എനിക്ക് ചോദിക്കാനുള്ളത് ഇല്ല ഒരു മിനിറ്റ് അൻവറിന്റെ ഒരു പ്രസ്താവനയിൽ പിടിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഒരു മിനിറ്റ് ഇങ്ങനല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു പുത്തരിയല്ല. ഒരു മിനിറ്റ് ഒരുപാട് കാലമായി കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടിട്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് വന്നുകൊണ്ട് ഒരു എന്താണ് ഭായ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുക? ഇത് ഷൂട്ട് ചെയ്യണ്ട, നിങ്ങൾ ഇങ്ങനെ കയറി വന്നാ. എനിക്ക് ചോദിക്കാനുള്ളത് NDA പ്രതിനിധിയോടും UDF പ്രതിനിധിയായ NA കരീം സാറിനോടുമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം വയനാട് പാർലമെന്റിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഏകകോശീയമായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് UDF പ്രതിനിധി ഇവിടെ വോട്ട് പിടിക്കാൻ വരുന്നു. 5 വർഷക്കാലം 44 സീറ്റുമായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തിന് ഓച്ചാനിച്ച് നിന്ന കോൺഗ്രസ് ആണോ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വെറും 44 സീറ്റ് മാത്രം. ഇപ്പോൾ പ്രസംഗിക്കല്ലേ. ചോദ്യം ഇറങ്ങി നിൽക്ക്. മൈക്കിന് ബലം പ്രയോഗിക്കരുത്. നിങ്ങൾ ഇറങ്ങി നിൽക്ക് മാഷേ. ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി നിൽക്ക്. ഇങ്ങനെയല്ല ഈ പരിപാടി നടത്തുക. നിങ്ങൾ ഇറങ്ങി നിൽക്കേ. ഇവിടെ കയറി ചോദിക്കാൻ പറ്റില്ല, ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഇല്ല പറ്റില്ല, അങ്ങനെ പറ്റില്ല. നിങ്ങൾ ഇറങ്ങി നിൽക്ക് മാഷേ. ഇറങ്ങി ചോദിച്ചാൽ മതി. ഓക്കെ വേഗം ചോദിക്കേ. ഇവിടുത്തെ നമുക്ക് രാഷ്ട്രീയമായിട്ട് നേരിടാം. കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. നിങ്ങൾ CPIന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, BJPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. നിങ്ങൾ രാഹുൽ ഗാന്ധിനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പരിപാടി കഴിഞ്ഞ ഉടനെ നിങ്ങൾ രണ്ടുപേരും വട്ടമേശ സമ്മേളനം നടത്തി അതിനുവേണ്ട തയ്യാറെടുപ്പ് ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു ഈ ചർച്ചയിലൂടെ. മറുപടി പറയാം. UDFനോടും LDFനോടും അഭിപ്രായ വ്യത്യാസം. അതേ സമയത്ത് തന്നെ പറയാം, കോൺഗ്രസ് ഞങ്ങൾ സഖ്യകക്ഷികളുമായിട്ട് മത്സരിക്കുന്ന ആളുകളെ NDA, പക്ഷെ കോൺഗ്രസ് സഖ്യകക്ഷികളോട് കാണിച്ചിട്ടുള്ള നെറുകേടിനെ ഞങ്ങൾ സത്യസന്ധമായിട്ട് അംഗീകരിക്കുന്നു. തമിഴ്നാട്ടിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും സഖ്യമുണ്ടാക്കിയതിനു ശേഷം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇവിടെ വന്നിട്ട് സഖ്യകക്ഷിക്കെതിരെ മത്സരിക്കുന്നു. അത് നൽകുന്ന ഒരു സൂചനയുണ്ട്. ദേശീയ തലത്തിൽ സഖ്യകക്ഷികളെ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ള വ്യക്തതയാണ്. അവർ ചതിയാണ്. പിൻവാതിലൂടെ ശബരിമലയിലേക്ക് ആളെ കയറ്റിയത് പോലെയാണ് വയനാട്ടിലേക്ക് കോൺഗ്രസ് പുറകിൽ കൂടെ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നു. യഥാർത്ഥമാണ്. ഘടകകക്ഷികളോട് അങ്ങനെ മാന്യതയില്ലാതെ പെരുമാറാൻ പാടില്ല കോൺഗ്രസ്. CPIയോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നാളെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നടന്നിട്ടുള്ള വികസനത്തിന്റെ മഹത്തരം കൊണ്ട് തന്നെയാണ് ഈ ജനസഞ്ചയം ഈ പങ്കെടുത്തത്. ഇവർക്കൊക്കെ അത് വയനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. സഖാവ് PP സുനീർ. ആ PP സുനീർ ഈ തെരഞ്ഞെടുപ്പിൽ സധൈര്യം നേരിടും.
ഈ കേരളത്തിലെ 20 മണ്ഡലങ്ങളും രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വന്നതോടെ വയനാട് ലോക്സഭാ മണ്ഡലത്തോളം എത്രത്തോളം വലിയ ആവേശത്തിലേക്ക് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം പോയിട്ടുണ്ട് എന്ന് വെളിവാക്കുന്നതാണ് ഈ 1 മണിക്കൂർ ചർച്ചയിൽ കണ്ട ഈ പറഞ്ഞ പ്രേക്ഷകരുടെ വോട്ടർമാരുടെ ആവേശം. വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരും. ഇന്ന് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.